ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന പദ്ധതിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. വെളിപാട് ഗ്രന്ഥത്തിലെ 13-ാമത്തെ അധ്യായത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 13-ാമത്തെ അധ്യായത്തിൽ ആദ്യ ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠന വിചിന്തന വിഷയമാക്കിയിരുന്നു. കടലിൽ നിന്ന് കയറി വരുന്ന മൃഗമാണല്ലോ ഇതിലെ പ്രധാന പ്രമേയം. വെളിപാടിലെ ആ പ്രധാനപ്പെട്ട പ്രമേയത്തിലേക്ക് ഒന്ന് കടന്ന് ചെല്ലുന്നത് ഇവിടെ ഉചിതമായിരിക്കും. നന്മ തിന്മകൾ തമ്മിലുള്ള സംഘർഷമാണ് ഇതിലുടനീളം കാണുക. ആരാധന സമൂഹവും മറുവശത്ത് ഭൂവാസികളും. ആരാധന സമൂഹം ആരാധിക്കുന്നത് ദൈവത്തെയാണ്. ആ ദൈവത്തെ ത്രിത്വിക ദൈവമായിട്ട് 1-ാമത്തെ അധ്യായത്തിൽ അവതരിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും ആയിരുന്നവനുമായ ദൈവം. അതുപോലെ തന്നെ സപ്ത ആത്മാക്കൾ. പിന്നീട് യേശുവിനെക്കുറിച്ചും അവിടെ വിവരിക്കുന്നുണ്ട് 1-ാമത്തെ അധ്യായത്തിൽ. അപ്പം ഇതിൻ്റെ മറുവശമാണ് ഈ 12, 13 അധ്യായങ്ങളിൽ വിവരിക്കപ്പെടുന്നത്. 12-ാമത്തെ അധ്യായത്തിൽ ആകാശത്തിൽ കാണപ്പെടുന്ന ഒരു അടയാളത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മഹാവ്യാളി, സർപ്പം. പിന്നെ 13-ാമത്തെ അധ്യായത്തിൽ കടലിൽ നിന്ന് കയറി വരുന്ന മൃഗവും കരയിൽ നിന്ന് ഭൂമിക്കടിയിൽ നിന്ന് വരുന്ന മൃഗവും. അത് ത്രിത്വൈക ദൈവത്തിൻ്റെ ഒരു പാരഡിയായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം അവതരിപ്പിക്കപ്പെടുന്ന തിന്മയുടെ രൂപമാണ്. അപ്പോൾ ഈ തിന്മയുടെ ആ രൂപത്തെക്കുറിച്ച് പറയുമ്പോൾ ആരാധന സമൂഹത്തിൻ്റെ മനസ്സിലുണ്ടാകുന്ന ആ ചോദ്യങ്ങൾക്ക് ഉള്ള ഒരു ഉത്തരമാണ് ഇനി ഈ തുടർന്നുള്ള ഭാഗത്ത് വരുന്നത്. നമുക്ക് ഇന്നത്തെ ഭാഗം ഒന്ന് വായിക്കാം. 13-ാമത്തെ അധ്യായം 9, 10 വാക്യങ്ങൾ. ചെവിയുള്ളവൻ കേൾക്കട്ടെ. തടവിലാക്കപ്പെടേണ്ടവൻ തടവിലേക്ക് പോകുന്നു. വാളുകൊണ്ട് വധിക്കപ്പെടേണ്ടവൻ വാളിന് ഇരയാകണം. ഇവിടെയാണ് വിശുദ്ധരുടെ സഹനശക്തിയും വിശ്വാസവും. ഇപ്പോൾ 13-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് കണ്ട ആ കടലിൽ നിന്ന് കയറി വരുന്ന മൃഗത്തെക്കുറിച്ച് ഒന്നുകൂടി നമ്മളൊന്ന് ചിന്തിക്കുക. സർപ്പത്തിൻ്റെ ശക്തിയെല്ലാം ലഭിച്ചിരിക്കുന്ന ആ ഒരു മൃഗം, അത് ഭൂവാസികളെ എല്ലാം വ്യാജ ആരാധനയിലേക്ക് നയിക്കുന്നു. വിശുദ്ധരോട് പടപൊരുതുന്നു. ഈ മൃഗത്തെ കാണുമ്പോൾ ആരാധന സമൂഹത്തിലുണ്ടാകുന്ന ആ ചിന്തകൾ, അതാണ് ഇവിടുത്തെ പ്രമേയം, ഈ വാക്യങ്ങളിലെ പ്രമേയം. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് തുടങ്ങുന്ന ആ ഒരു വാചകം, അത് 2, 3 അധ്യായങ്ങളിൽ കാണുന്ന ആ ഒരു പ്രമേയത്തിന് സമാനമാണ്. അവിടെ 2, 3 അധ്യായങ്ങളിൽ 7 സഭകൾക്കുള്ള കത്തുകൾ നമ്മൾ കണ്ടു. അപ്പം അതിൻ്റെ എല്ലാം അവസാനം നമ്മൾ കാണുന്നുണ്ട്, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന്. അപ്പോൾ അവിടെ ഒരു കാര്യം വ്യക്തമാണ്, 2, 3 അധ്യായങ്ങളിലെ ആ പശ്ചാത്തലം സഭകളാണ്. അപ്പോൾ സഭകൾക്ക് നൽകുന്ന സന്ദേശമാണ്. ഇവിടെ ഈ 13-ാമത്തെ അധ്യായത്തിൽ മൃഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെയും യഥാർത്ഥത്തിൽ ലക്ഷ്യം വയ്ക്കുന്നത് ആരാധന സമൂഹം തന്നെയാണ്. അപ്പോൾ മൃഗത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ കണ്ട് ഭയപ്പെട്ടിരിക്കുന്ന ആ സമൂഹത്തോട്, ആരാധന സമൂഹത്തോട് ആണ് ഇവിടെ സംസാരിക്കുക. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ ആരാധന സമൂഹത്തോട് പറയുന്ന ആ ഒരു വാക്യം, അപ്പോൾ അവിടെയുള്ള ആ സഭകളെ ഒരു ജാഗ്രതയിലേക്ക് നയിക്കുകയാണ് ഇവിടെ ലക്ഷ്യം.
അപ്പോൾ അവരുടെ ആലസ്യങ്ങളെല്ലാം മാറ്റി നിങ്ങൾ ഈ ചുറ്റും നടക്കുന്നവയെ നിങ്ങൾ കാണുക, വിലയിരുത്തുക. അപ്പോൾ അവിടെ പറയുന്ന ആ വാക്യം, തടവിലാക്കപ്പെടേണ്ടവൻ തടവിലേക്ക് പോകുന്നു, വാളുകൊണ്ട് വധിക്കപ്പെടേണ്ടവൻ വാളിന് വിധേയനാകണം. എന്താണിത് അർത്ഥമാക്കുന്നത്? ഇത് ചിലപ്പോഴൊക്കെ ഈ തിന്മയുടെ ശക്തികളെ കുറിച്ചാണെന്ന് ചിലരൊക്കെ പറയാറുണ്ട്. ഇനി ഇതിൻ്റെ പശ്ചാത്തലം അത് ജെറമ്യാ പ്രവാചകൻ്റെ പ്രവചനമാണ്. ജെറമ്യാ പ്രവാചകൻ യൂദയെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം 15-ാമത്തെ അധ്യായത്തിൽ 15-ാം അധ്യായം 2-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: എങ്ങോട്ടാണ് പോവുക എന്ന് അവർ ചോദിച്ചാൽ നീ അവരോട് പറയണം, കർത്താവ് അരുൾ ചെയ്യുന്നു, മഹാമാരിക്കുള്ളവർ മഹാമാരിയിലേക്ക്, വാളിനുള്ളവർ വാൾത്തലയിലേക്ക്, പട്ടിണിക്കുള്ളവർ പട്ടിണിയിലേക്ക്, അടിമത്തത്തിനുള്ളവർ അടിമത്തത്തിലേക്ക്. അപ്പോൾ ഈ യൂദാ സമൂഹം നേരിടാൻ പോകുന്ന വിനാശത്തെക്കുറിച്ചാണ് പറയുന്നത്. വീണ്ടും പറയുന്നുണ്ട്, കർത്താവ് അരുൾ ചെയ്യുന്നു, 4 തരം വിനാശകരെ ഞാൻ അവരുടെ മേൽ അയക്കും. പിന്നീട് പറയുന്നു, ഞാൻ അവരെ ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ബിഭത്സ വസ്തുവാക്കി മാറ്റും. യൂദാ രാജാവായ ഹെസക്കിയായുടെ മകൻ മനാസെ ജെറുസലേമിൽ ചെയ്തു കൂട്ടിയ അകൃത്യങ്ങളുടെ ഫലമാണിത്. അപ്പോൾ അവരുടെ മേൽ പതിക്കുന്ന വിനാശത്തെക്കുറിച്ചാണ് ഇവിടെ പറയുക. ഇനി ഈ പീഡകരെക്കുറിച്ചുള്ള വിവരണം നമുക്ക് വെളിപാട് ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വെളിപാട് 19-ാം അധ്യായത്തിൽ 19, 20, 21 വാക്യങ്ങളിലെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ വിനാശകർക്ക് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ മൃഗത്തിനും തിന്മയുടെ ശക്തികൾക്കും വരാൻ പോകുന്ന എന്തെന്നാണ് അവിടെ വിവരിക്കുക. ഇനി വെളിപാടിൽ ഇതെന്താ അർത്ഥമാക്കുന്നത്? ആരാണ്, എന്താണ് ഈ വാൾത്തലയിലേക്ക് നിയോഗിക്കപ്പെട്ടവൻ അവിടേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് എന്താണ്? അതിൻ്റെ അർത്ഥം ഈ ജെറമ്യാ പുസ്തകത്തിലെ പ്രവചനത്തിൽ നിന്നും വ്യത്യസ്തമാണ്. ഇവിടെ ഈ ദൈവജനം നേരിടുന്ന ആ സഹനവും പീഡനങ്ങളുമെല്ലാം അത് ഇവർ നേരിടേണ്ടിയിരിക്കുന്നു, അതിനവർ വിധേയരാകേണ്ടിയിരിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് പീഡസഹനവും മരണവും യേശുവിനെ അനുഗമിക്കുന്നവർക്ക് അനിവാര്യമാണ്. അപ്പോൾ ഈ മൃഗങ്ങളുടെ ആ ശക്തിയിൽ ഇവർക്ക് ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് വരും, അത് അനിവാര്യമാണ്. അപ്പോൾ ഇവർ നേരിടുന്ന ആ പീഡകൾ, ഒന്നാമത് ഈ പീഡകൾ ഇതെല്ലാം മൃഗത്തിൽ നിന്ന് വരുന്നതാണ്. അത് ദൈവത്തിൻ്റെ ശിക്ഷയായിട്ട് നമ്മൾ കാണരുത്. അപ്പോൾ ദൈവജനം, ആരാധന സമൂഹം നേരിടുന്ന പീഡകൾ അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന സഹനങ്ങൾ, അതെല്ലാം മൃഗത്തിൻ്റെ അല്ലെങ്കിൽ തിന്മയുടെ ശക്തികളുടെ ഫലമായിട്ടാണ്. ഇനി ഇതിൻ്റെ പിന്നിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇത് ഇപ്പോൾ പരാജയമായിട്ട് തോന്നിയാലും പക്ഷേ ഈ പരാജയം അത് താൽക്കാലികമാണ്, അല്ലെങ്കിൽ ഈ തിന്മയുടെ ശക്തികളുടെ വിജയം അത് താൽക്കാലികമാണ്. അപ്പോൾ മരണത്തിന് ഇവർ വിധേയരാകുന്നുവെങ്കിലും അത് നന്മയിലേക്ക് നയിക്കും എന്നറിയാം. അപ്പോൾ വിശ്വാസി സമൂഹത്തിന് കൊടുക്കുന്ന ഒരു പുതിയൊരു കാഴ്ചപ്പാട് ആണ് ഇവിടെ അവതരിപ്പിക്കുക. ഇനി ഇവിടെ തുടർന്ന് പറയുന്നു, 10-ാമത്തെ വാക്യത്തിൽ തുടർന്ന് പറയുന്നു, ഇവിടെയാണ് വിശുദ്ധരുടെ സഹനശക്തിയും വിശ്വാസവും. ഇവിടെയാണ് വിശുദ്ധരുടെ സഹനശക്തിയും വിശ്വാസവും. ഇത് വിശുദ്ധരെന്ന് പറയുമ്പോൾ അത് ദൈവജനത്തെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇവരുടെ സഹനശക്തിയും വിശ്വാസം എന്ന് പറയുന്നത്? ഇനി ഈ ഒരു ശൈലി, ഇവിടെയാണ് എന്ന് തുടങ്ങുന്ന ആ ഒരു ശൈലി, അത് വെളിപാടിൽ പിന്നീട് വേറെ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ കാണുന്നുണ്ട്. 13-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ വാക്യത്തിൽ ഇവിടെയാണ് ജ്ഞാനത്തിൻ്റെ ആവശ്യം എന്ന് കാണുന്നു. ഇനി 14-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിൽ ഇവിടെയാണ് വിശുദ്ധരുടെ സഹനശക്തി എന്ന് പറയുന്ന വാക്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ 17-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ ഇവിടെയാണ് ജ്ഞാനമുള്ള മനസ്സിൻ്റെ ആവശ്യം എന്ന്. അപ്പം എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ആ ഒരു സന്ദേശം? വിശ്വാസികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആ കാര്യങ്ങളാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് 13-ാം അധ്യായത്തിൽ ഈ തിന്മയുടെ ആ രൂപത്തെ, വിശ്വരൂപത്തെ അവതരിപ്പിച്ച ശേഷം പറയുന്നു,
ഇനി ദൈവജനം എന്താണ് ചെയ്യേണ്ടത്? അവർ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. അപ്പോൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ക്ഷമാപൂർവകമായ ഉറച്ചു നിൽപ്പും വിശ്വാസവുമാണ്. അപ്പോൾ ദൈവകൽപ്പനകളോട് യേശുവിൻ്റെ സാക്ഷ്യത്തോട് വിശ്വസ്തത പുലർത്തുക. അപ്പോൾ അതാണല്ലോ ഈ ആരാധന സമൂഹത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അത് നമ്മൾ ഇതിനു മുമ്പ് പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ വെളിപാടിലുടനീളം ആരാധന സമൂഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ വിശ്വസ്തതയാണ്. 6-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ മുദ്ര തുറക്കുമ്പോൾ അവിടെ ബലിപീഠത്തിന് കീഴെയുള്ളവരെ അവതരിപ്പിക്കുമ്പോഴും അവരെക്കുറിച്ച് പറയുന്നത് ദൈവവചനത്തിനും യേശുവിൻ്റെ സാക്ഷ്യത്തിനും സാക്ഷ്യം നൽകിയവർ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവർക്ക് ജീവൻ ഹോമിക്കേണ്ടി വന്നു. അപ്പോൾ സഹനങ്ങളുടെ ഇടയിൽ, പീഡനങ്ങളുടെ ഇടയിൽ വിശ്വാസം സംരക്ഷിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുക. അപ്പോൾ ഇവിടെ ഈ തിന്മയുടെ ഈ ശക്തികൾ അവതരിപ്പിക്കുമ്പോൾ ദൈവജനം അവയെ ഭയപ്പെടേണ്ടതില്ല. ധൈര്യപൂർവം അവരുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുക. കാരണം ആത്യന്തികമായിട്ട് ദൈവമായിരിക്കും രക്ഷിക്കുക. അപ്പോൾ ദൈവം നൽകുന്ന ആ രക്ഷയിലുള്ള ഉറപ്പാണ് ഇവിടെ വിശ്വാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ആദ്യ ഭാഗത്തെക്കുറിച്ച് നമ്മൾ വിചിന്തനം നടത്തുമ്പോൾ നമ്മൾ 2-3 കാര്യങ്ങളിലേക്ക് നമ്മൾ വീണ്ടും ഒന്ന് കടന്നു വരുന്നു. ഒന്നാമത്തേത് തിന്മയുടെ സാന്നിധ്യത്തെക്കുറിച്ചാണ് ഇവിടെ അവതരിപ്പിക്കുക 13-ാമത്തെ അധ്യായത്തിൽ. അത് 12-ാമത്തെ അധ്യായത്തിൽ തുടങ്ങിയ ആ ഒരു ചിന്ത തന്നെയാണ്. അവിടെ ആ സ്വർഗത്തിലുള്ള അടയാളമായിട്ട് സർപ്പത്തെ അവതരിപ്പിക്കുന്നു. ഇനി ആ സർപ്പത്തെ അവതരിപ്പിക്കുമ്പോൾ 12-ാമത്തെ അധ്യായത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആശയമുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പം മിഖായേലുമായിട്ടുള്ള ആ യുദ്ധത്തിൽ സർപ്പവും അതിൻ്റെ കൂട്ടാളികളും പരാജയപ്പെട്ട് താഴേക്ക് പതിച്ചു. അതായത് ആകാശതലങ്ങളിൽ നിന്ന് താഴേക്ക് പതിച്ചു. അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ ഇതിന് വളരെ പരിമിതമായിട്ടുള്ള ശക്തി മാത്രമേ ഉള്ളൂ. അപ്പോൾ പരിമിതമായ ശക്തിയുള്ള ഈ സർപ്പത്തെ നാം ഇനി ഭയപ്പെടേണ്ടതായിട്ടില്ല. ഇനി ഈ സർപ്പം അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇനി തുടരുന്നത് അത് ഭൂമിയിലുള്ള ഈ മൃഗങ്ങളിലൂടെയാണ്. അപ്പോൾ ആ മൃഗങ്ങളെയാണ് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ആദ്യം അവതരിപ്പിക്കുന്ന മൃഗത്തിൽ നമ്മൾ ബൈബിളിലെയും അതുപോലെ തന്നെ സമകാലീന ചരിത്രത്തിലെയും ഒക്കെ പ്രതീകങ്ങൾ ഇതിൽ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ബൈബിളിലുള്ള ലെവിയാത്തിൻ്റെ ചിത്രം, അതുപോലെ തന്നെ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിലുള്ള 4 മൃഗങ്ങളുടെ സൂചനകൾ അതെല്ലാം ഇവിടെ വീണ്ടും എടുക്കുന്നുണ്ട്. ഇപ്പോൾ മൃഗം ദൈവത്തെ ദുഷിക്കുന്നതും പിന്നെ ക്രിസ്തീയ സമൂഹത്തെ പീഡിപ്പിക്കുന്നതും പിന്നെ എല്ലാവരുടെ മേൽ സർവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതുമെല്ലാം ഇവിടെ അവതരിപ്പിക്കുന്നു. ഇനി പിന്നീട് ഈ മൃഗത്തിൻ്റെ ശക്തി കരയിലെ മൃഗത്തിലൂടെയും വ്യാജപ്രവാചകനിലൂടെയും ബാബിലോണിലൂടെയും എല്ലാം വീണ്ടും അവതരിപ്പിക്കുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിലുള്ള ആ തിന്മയുടെ സാന്നിധ്യമാണ് ഇവിടെ 13-ാമത്തെ അധ്യായത്തിൽ വളരെ വിശദമായിട്ട് അവതരിപ്പിക്കുക. ഇനി അതോടൊപ്പം തന്നെ ഒരു കാര്യം നമ്മൾ അറിയണം, പിന്നീട് ഇവയെല്ലാം ഉന്മൂലനം ചെയ്യപ്പെടുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ തിന്മയുടെ ആ ശക്തിയെ അവതരിപ്പിക്കുമ്പോൾ അന്നുണ്ടായിരുന്ന ചില ചിത്രങ്ങൾ എല്ലാം ഇതിൽ സംയോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചക്രവർത്തിയുടെ ആ വിവരണങ്ങൾ, ആ ദൈവദൂഷണപരമായിട്ടുള്ള നാമങ്ങൾ, അന്നുണ്ടായിരുന്ന വ്യാജ ആരാധന, ചക്രവർത്തി ആരാധന, അതുപോലെ തന്നെ റോമൻ സാമ്രാജ്യത്തിൻ്റെ അജയ്യത. അപ്പോൾ റോമൻ സാമ്രാജ്യത്തെ ഒരിക്കലും ആർക്കും പരാജയപ്പെടുത്തുവാൻ സാധിക്കില്ല എന്നൊക്കെയാണ് കരുതപ്പെട്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റോമൻ സാമ്രാജ്യം മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ അത് സ്വീകരിക്കുവാനായിട്ട് ജനങ്ങൾ നിർബന്ധിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഇവിടെ ആ ആരാധന സമൂഹത്തോട് പറയുന്നത് നിങ്ങൾ അതിന് തലകുനിച്ച് കൊടുക്കരുത് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇതെല്ലാം റോമൻ സാമ്രാജ്യത്തിലുള്ള ആ ചിത്രങ്ങളാണ് എടുത്തിരിക്കുന്നത്. അത് ഇവിടെ ഈ മൃഗത്തിൻ്റെ വിവരണത്തിൽ കാണാം. പിന്നെ അതുപോലെ തന്നെ നീറോ ചക്രവർത്തിയെക്കുറിച്ചുള്ള ആദീഹങ്ങളും ഇവിടെ കാണാം. അത് പിന്നീട് കുറച്ചുകൂടി വ്യക്തമായിട്ട് ഇതിൻ്റെ മൃഗത്തിൻ്റെ സംഖ്യയെക്കുറിച്ച് പറയുമ്പോൾ അത് വീണ്ടും വളരെ വ്യക്തമായിട്ട് ഒക്കെ നാം കാണും. ഇനി ഇതുപോലെ തന്നെ
റോമൻ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഈ മൃഗത്തിൻ്റെ മറ്റ് ചിത്രീകരണങ്ങളിലും എല്ലാം കാണാം. ഉദാഹരണം അതിൻ്റെ നിറം, അതിൻ്റെ കൊമ്പുകൾ. അപ്പോൾ അതൊക്കെ ആ റോമൻ സാമ്രാജ്യത്തിന് ആരോപിക്കപ്പെട്ടിരുന്ന ആ ശക്തിയെ, അജയ്യതയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി ഇവിടെ ഈ മൃഗത്തെ എല്ലാവരും വണങ്ങുന്നു. പിന്നീട് ഈ മൃഗം അതിൻ്റെ കൂടെ നിൽക്കുന്നവർക്കെതിരെ തന്നെ തിരിയുന്നു കാണുന്നുണ്ട് 17-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യത്തിൽ. അപ്പോൾ മൃഗത്തെ ആരാധിക്കുവാനായിട്ട് എല്ലാം നിർബന്ധിക്കപ്പെടുന്നെങ്കിലും അവസാനം ആ മൃഗത്തെ ആരാധിക്കുന്നവർക്ക് നിലനിൽപ്പൊന്നുമില്ല എന്ന് പിന്നീട് നമ്മൾ കാണുന്നു. പക്ഷേ കുഞ്ഞാടിനെ അവതരിപ്പിക്കുമ്പോഴോ ഈ കുഞ്ഞാടിന് ഉള്ള ആരാധന അത് എല്ലാവരിൽ നിന്നും സ്വതന്ത്രമായിട്ട് ലഭിക്കുന്നതാണ്. എൻ്റെ കുഞ്ഞാടിനെ ആരാധിക്കുന്നവരാണെങ്കിലോ അവർ നിത്യസൗഭാഗ്യത്തിന് അവർ അർഹരായി തീരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ മൃഗം ക്രൈസ്തവരെ ഒക്കെ അല്ലെങ്കിൽ ആരാധന സമൂഹത്തെ ആക്രമിക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് കുഞ്ഞാടുമായിട്ടുള്ള യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ യുദ്ധത്തിൽ അത് പരാജയപ്പെടുന്നത് നമ്മൾ കാണുന്നു. ഇനി കടലിൽ നിന്നും കയറി വരുന്ന മൃഗത്തിൻ്റെ വിവരണത്തിൽ ഉള്ള മറ്റ് ചില ധ്വനികൾ എന്തെന്ന് നോക്കാം. അപ്പോൾ കടലിൽ നിന്ന് കയറി വരുന്ന മൃഗം, അപ്പോൾ അതിനും അന്നത്തെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലം ഉണ്ട് എന്നാണ് പറയപ്പെടുക. ഇപ്പോൾ റോമൻ സാമ്രാജ്യം അത് വികസിച്ചത് അന്ന് കടലിലൊക്കെ ഉണ്ടായിരുന്ന ഈ കടൽ കൊള്ളക്കാരെ അവരൊക്കെ പരാജയപ്പെടുത്തി കടൽ വ്യാപാരം സുഗമമാക്കിയത് വഴിയാണ് എന്നാണ് പറയപ്പെടുക. അപ്പോൾ അങ്ങനെ കടൽ വ്യാപാരം വളരെ സുഗമമായപ്പോൾ അവിടേക്ക് റോമൻ അവിടേക്ക് ഒത്തിരി വ്യാപാരം ഒക്കെ വളരെ മെച്ചപ്പെട്ടു. അതുവഴിയായിട്ട് സമൃദ്ധി ഉണ്ടായി. പിന്നെ ആ എല്ലാവരെയും എതിർക്കുന്നവരെല്ലാം അടിച്ചമർത്തി ഒരു സമാധാനം അവിടെയൊക്കെ സ്ഥാപിച്ചു. അപ്പോൾ ആ റോമൻ സാമ്രാജ്യത്തിൽ കടന്നു വന്ന ആ ഒരു സമൃദ്ധി. പക്ഷേ പിന്നീട് ഈ റോമൻ സാമ്രാജ്യത്തെ അവതരിപ്പിക്കുമ്പോൾ 17-18 അധ്യായങ്ങളിലൊക്കെ ഇതിനെ ഒരു മഹാവേശിയായിട്ടാണ് അവതരിപ്പിക്കുക. അതൊരു ഭീകര മൃഗമായിട്ട് അവതരിപ്പിക്കുന്നു. അപ്പോൾ ആ റോമൻ സാമ്രാജ്യം കൊണ്ടുവരുന്ന സമൃദ്ധിയൊന്നും യഥാർത്ഥ സമൃദ്ധിയല്ല, അത് സമാധാനം, അത് യഥാർത്ഥമല്ല എന്നൊക്കെയാണ് അത് അർത്ഥമാക്കുക. പിന്നീട് നമ്മൾ 17-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും അതിലേക്ക് നമ്മൾ കടന്നു വരും. ഇനി ഇതിനെക്കുറിച്ച് വിവരിക്കുമ്പോൾ പറയുന്ന 1-2 കാര്യങ്ങൾ, ഇതിനോട് പോരാടാൻ ആർക്ക് കഴിയും? അപ്പോൾ ആർക്ക് കഴിയും എന്ന ചോദ്യം അതൊരു റെറ്ററിക് ഒരു ചോദ്യമാണ്. അതായത് ആർക്കും സാധിക്കുകയില്ല. അപ്പോൾ ആർക്കും സാധിക്കുകയില്ല, തോൽപ്പിക്കാൻ സാധിക്കുകയില്ല എന്നൊക്കെയാണ് കരുതപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് ഈ സാമ്രാജ്യം തകർന്നടിയുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആരാധന സമൂഹം ഒരു കാര്യം തിരിച്ചറിയുന്നു: നിലനിൽക്കുന്ന ദൈവം മാത്രമേ ഉള്ളൂ. ദൈവത്തോട് കൂടെ നിൽക്കുന്നവർ മാത്രമേ ആത്യന്തിക വിജയം ലഭിക്കുകയുള്ളൂ. അപ്പോൾ റോമൻ സാമ്രാജ്യം അജയമാണ് എന്നുള്ള അന്നത്തെ ആ വിശ്വാസത്തിന് എതിരാണ് വെളിപാടിൽ തുടർന്നുള്ള വിവരണം. ഇനി അതുപോലെ തന്നെ ഈ മൃഗത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവദൂഷണം പറയുന്ന വായ് ആ മൃഗത്തിന് കൊടുക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ദൈവദൂഷണം പറയുന്ന വായ് ആ മൃഗത്തിന്, അതായത് മൃഗം അത് റോമൻ സാമ്രാജ്യത്തെ ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ അന്നത്തെ ചക്രവർത്തിമാരെ കുറിച്ചുകൂടി ഒന്ന് ചിന്തിക്കുക. ചക്രവർത്തിമാർ അവർ ദൈവപുത്രരാണെന്നൊക്കെ അവർ അവകാശപ്പെട്ടിരുന്നു, ദേവതകൾ വണങ്ങിയിരുന്നവരാണ്. പക്ഷേ ഇവരെയൊക്കെ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ ധാർഷ്ട്യമുള്ളവരായിട്ട്, ദൈവഭയം ഇല്ലാത്തവരായി ഒക്കെ അവതരിപ്പിക്കുന്നു. പിന്നീട് ഇവർ പരാജയപ്പെടുന്നു, വധിക്കപ്പെടുന്നു, അതായത് ഇവർ എന്നേക്കുമുള്ള നിലനിൽപ്പില്ല എന്നൊക്കെ പറയുന്നു. അതായത് ഇവർ അവകാശപ്പെടുന്ന മഹിമയോ പ്രതാപമോ ഒന്നും ഈ ചക്രവർത്തിക്ക് ഇല്ല എന്ന് ആരാധന സമൂഹം തിരിച്ചറിയുന്നു. അപ്പോൾ ആരാധന സമൂഹം ഈ തിന്മയുടെ ശക്തികളെക്കുറിച്ചുള്ള വിവരണത്തിനിടയ്ക്ക് അവർ ഉള്ളിലേക്കിറങ്ങി ഇതിൻ്റെ യഥാർത്ഥ ആ ഒരു സ്വഭാവം തിരിച്ചറിയണം എന്നാണ് ഗ്രന്ഥകാരൻ ഇവിടെ ആവശ്യപ്പെടുക. അപ്പോൾ ചുറ്റുമുള്ള ആ തിന്മയുടെ ശക്തികളെയെല്ലാം തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. സാധാരണ ജീവിതത്തിൽ ഇത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം ഇതിൻ്റെയൊക്കെ സാന്നിധ്യം ഇന്നത്തെ സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥകളിലേക്കെല്ലാം കടന്ന് ചെന്ന് അതുമായിട്ട് ഉൾച്ചേർന്നിരിക്കുന്നതുകൊണ്ട് അത് തിരിച്ചറിയുക വളരെ എളുപ്പമല്ല.
അപ്പോൾ ഇതെല്ലാ കാലഘട്ടങ്ങളിലും തുടരുന്ന തിന്മയുടെ ശക്തിയാണ് ഇവിടെ ഈ മൃഗത്തിൻ്റെ രൂപത്തിലൂടെ അവതരിപ്പിക്കുക. ഇനി ഈ തിന്മയെ തിരിച്ചറിയുവാനായിട്ടാണ് ഇതിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഭീകരമായിട്ടുള്ള ഒരു രൂപം കൊടുക്കുന്നത്. ഇപ്പോൾ ഭയാനകമായിട്ടുള്ള വിധത്തിൽ ഇതിനെ അവതരിപ്പിക്കുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ നിറം തിരിച്ചറിയുവാനായിട്ട് ആരാധന സമൂഹത്തിന് സാധിക്കുന്നു. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ആരാധന സമൂഹത്തിൽ പറയുന്നു, നിങ്ങൾ ചേർന്ന് നിൽക്കേണ്ടത് ആരോടാണ്? റോമൻ സാമ്രാജ്യത്തോടോ റോമൻ ചക്രവർത്തിയോടോ ഒന്നുമല്ല. അതൊക്കെ പൈശാചിക ശക്തികളും അല്ലെങ്കിൽ പൈശാചിക ശക്തികളോട് ചേർന്ന് നിൽക്കുന്നവരുമാണ്. നിങ്ങൾ ചേർന്ന് നിൽക്കേണ്ടത് ദൈവത്തോടാണ്, കുഞ്ഞാടിനോടാണ്. അപ്പോൾ റോമൻ സാമ്രാജ്യത്തിൻ്റെ എല്ലാം കീഴടക്കുന്ന ആ ശക്തി അതൊക്കെ വെറും കാലികമാണ്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ശക്തിയെ എല്ലാവരും പുകഴ്ത്തുന്നുണ്ട് എങ്കിലും ഇതിനൊന്നും നിലനിൽപ്പില്ല എന്ന് നാം അറിയുക. അപ്പോൾ ഈ റോമൻ സാമ്രാജ്യത്തിന് ലഭിക്കുന്ന ശക്തി അത് ദൈവദത്തമാണ് എന്നുള്ള അന്നത്തെ ആ ചിന്തകൾക്ക് വിപരീതമായിട്ട് പറയുന്നു, അതൊന്നും ദൈവത്തിന് ലഭിച്ചിരിക്കുന്ന ശക്തിയൊന്നുമല്ല, അതൊക്കെ സർപ്പത്തിൽ നിന്ന്, സാത്താനിൽ നിന്ന്, തിന്മയുടെ ശക്തികളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ശക്തികളാണ്. അപ്പോൾ ഇന്നൊക്കെ വളരെ മെച്ചമെന്ന് നമുക്ക് കരുതുന്ന ചില മൂല്യങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ യഥാർത്ഥ നിറം തിരിച്ചറിയണമെന്നാണ് ഇവിടെയൊക്കെ ഗ്രന്ഥകാരൻ ആവശ്യപ്പെടുക. അപ്പോൾ നാമൊക്കെ ഇന്ന് ഉയർത്തിപ്പിടിക്കുന്ന അധികാരവും പ്രൗഢിയും അജയ്യതയും എല്ലാം വളരെ പൊള്ളയായിട്ടുള്ള അവകാശവാദങ്ങൾ മാത്രമാണ്. അപ്പോൾ പരിമിതമായിട്ടുള്ള ശക്തിയുള്ള ഈ സംവിധാനങ്ങളെ നാം വണങ്ങേണ്ടതില്ല, അതിൻ്റെ പിന്നാലെ പോകേണ്ടതില്ല എന്ന് ഇവിടെ പറയുന്നു. അപ്പോൾ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ഈ സംവിധാനങ്ങളെ, ഇവർ മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങളെ എതിർക്കുക എന്ന് കൂടിയാണ്. അപ്പോൾ ഒന്നാമത്തെ ഭാഗത്ത് ആ മൃഗത്തെ, കടലിൽ നിന്ന് കയറി വരുന്ന മൃഗത്തെ അവതരിപ്പിക്കുമ്പോൾ ദൈവജനത്തോട്, ആരാധന സമൂഹത്തോട് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം, ഈ ശക്തികളിലുള്ള ആ തിന്മയുടെ സാന്നിധ്യത്തെ തിരിച്ചറിയുക. അപ്പോൾ യഥാർത്ഥ മൂല്യം അത് കുഞ്ഞാടിൻ്റെ കൂടെ നിൽക്കുന്നവരിലാണ്. ആ കുഞ്ഞാടിനെ അനുഗമിക്കുക എന്നതാണ് ദൈവജനം ചെയ്യേണ്ടത്. അപ്പോൾ ആ വിശ്വസ്തതയിൽ നിലനിൽക്കുക. ഇനി തിന്മയുടെ ശക്തികളിൽ നിന്ന് വരുന്ന ആ സഹനങ്ങളെ, പീഡനങ്ങളെ എല്ലാം ഏറ്റെടുക്കുകയും അപ്പോൾ അവിടെ ആ വിശ്വാസ സ്ഥൈര്യം കാണിക്കുകയും ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ആ മൃഗത്തെ നമ്മൾ കണ്ടു. ഇനി രണ്ടാമത്തെ ആ ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. 11-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഭൂമിക്കുള്ളിൽ നിന്ന് കയറി വരുന്ന വേറൊരു മൃഗത്തെ ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിൻ്റേതുപോലുള്ള 2 കൊമ്പുണ്ടായിരുന്നു. അത് വ്യാളിയെപ്പോലെ സംസാരിച്ചു. അപ്പോൾ ആദ്യത്തെ മൃഗത്തിന് സമാനമായിട്ടുള്ള വേറൊരു മൃഗത്തെയാണ് ഇവിടെ അവതരിപ്പിക്കുക. അപ്പോൾ അതിനെ അവതരിപ്പിക്കുമ്പോൾ അത് ഭൂമിയിൽ നിന്ന് കയറി വരുന്ന മൃഗമായിട്ടാണ് ഇതിനെ അവതരിപ്പിക്കുക. അപ്പം ഇതും ദാനിയേലിൻ്റെ പുസ്തകത്തിലെ വിവരണവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ദാനിയേൽ 8-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ ഈ മൃഗത്തെ, ഇവിടെ പറയുന്ന ആ ഒരു വിവരണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 8-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ, ഞാൻ കണ്ണുകളുയർത്തി, ഇതാ ഒരു മുട്ടാട് നദീതീരത്ത് നിൽക്കുന്നു. അതിന് 2 വലിയ കൊമ്പുകളുണ്ടായിരുന്നു. ഒന്ന് മറ്റേതിനേക്കാൾ നീളമുള്ളതായിരുന്നു. നീളം കൂടുതലുള്ളത് അവസാനം മുളച്ചതാണ്. അപ്പോൾ അവിടെ കാണുന്ന ആ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ കാണുന്ന ആ മൃഗത്തിൻ്റെ ചിത്രം, അപ്പോൾ അതിൽ നിന്ന് ചില കാര്യങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ മൃഗത്തെ അവതരിപ്പിക്കുമ്പോൾ ഒരു കാര്യം, ഇതിന് 2 കൊമ്പുകളേ ഉള്ളൂ. അപ്പോൾ നേരത്തെ 10 കൊമ്പുള്ള മൃഗത്തെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ 2 കൊമ്പുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഇത് മൃഗം ശക്തിഹീനനാണ് എന്ന് വ്യക്തമാണ്. അപ്പോൾ ഇതിന് പരിമിതമായിട്ടുള്ള ശക്തി മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിലും ഇത് അക്രമകാരിയാണ്. ഇതിന് ഭൗമിക തലത്തിൽ വലിയ ശക്തിയുണ്ട്. എന്താണ് ഈ മൃഗം അർത്ഥമാക്കുന്നത്? അപ്പോൾ ഇതിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ പലരൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ വ്യാഖ്യാനങ്ങളിലേക്ക് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കടന്നു ചെല്ലാം.
ഒന്നാമത്തേത്, ഈ മൃഗം സൂചിപ്പിക്കുന്നത് രാജാരാധനയെ പിന്തുണയ്ക്കുന്ന ഉന്നത കുലരെയാണ്, അല്ലെങ്കിൽ പ്രഭുക്കളെയാണ്. അപ്പോൾ ഇവരാണ് ഈ ക്ഷേത്രങ്ങളുമൊക്കെ നിർമ്മിക്കുകയും പ്രതിമകളൊക്കെ നിർമ്മിക്കുകയും പിന്നെ രാജാരാധന ഒക്കെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. അത് ഒരു വ്യാഖ്യാനം. പിന്നെ രണ്ടാമത്തെ വ്യാഖ്യാനം, ഇത് പ്രവിശ്യ സമിതികളെ, അന്നുണ്ടായിരുന്ന പ്രവിശ്യ സമിതികളെ സൂചിപ്പിക്കുന്നു. അതായത് ചക്രവർത്തി ആരാധനയെല്ലാം പ്രോത്സാഹിപ്പിച്ചിരുന്നവർ. ഇവരാണ് കൂടുതലും ക്ഷേത്രങ്ങളുടെ മേൽനോട്ടമൊക്കെ വഹിച്ചിരുന്നവർ. പിന്നെ അതുപോലെ തന്നെ ക്ഷേത്ര പുരോഹിതരൊക്കെ നിയമിച്ചിരുന്ന ഇവരാണ്. അപ്പോൾ ഇവരാണ് ഈ മൃഗങ്ങൾ എന്ന ചിത്രത്തിലൂടെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നതെന്ന് ചില വ്യാഖ്യാതാക്കൾ ഒക്കെ പറയുന്നു. ഇനി വേറെ ഒരു കൂട്ടർ പറയുന്നു, ഇത് രാജപുരോഹിതരെ ആയിരിക്കാം ഉദ്ദേശിക്കുന്നത്. അതായത് രാജാരാധനയ്ക്ക്, അന്നുണ്ടായിരുന്ന ചക്രവർത്തി ആരാധനയ്ക്ക് മുന്നിൽ നിന്നിരുന്നത് ഈ പുരോഹിതരാണ്, ക്ഷേത്ര പുരോഹിതരാണ്. അപ്പോൾ അവരെ ആയിരിക്കാം ഇത് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നാലാമത്തേത്, വിജാതീയ ആചാരങ്ങളെ പിന്തുടർന്നിരുന്ന ക്രിസ്ത്യാനികളെയാകാം, അതായത് വ്യാജപ്രവാചകർ, അല്ലെങ്കിൽ ഗ്രീക്ക് റോമൻ മതാചാരങ്ങളെ സ്വീകരിച്ചിരുന്നവരൊക്കെ. അപ്പോൾ ഇതൊക്കെ ഈ രണ്ടാമത്തെ മൃഗത്തിന് കൊടുക്കുന്ന ചില വ്യാഖ്യാനങ്ങളാണ്. അപ്പോൾ ഇതെന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് കുറച്ചുകൂടി ഒന്ന് വിശദമായിട്ട് കാണേണ്ടിയിരിക്കുന്നു. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.